ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന്, അതായത് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന എന്നാൽ വളരെ ടേസ്റ്റുള്ള ഒരു ഇഡ്ഡലി റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. ഉടുപ്പി ഹോട്ടലിലൊക്കെ നമുക്ക് കിട്ടില്ല, അതേപോലെ ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ ഓൺ ആയാലും മാത്രമേ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ 1 കപ്പ് അവിലെടുക്കുന്നുണ്ട്. അപ്പോൾ അവിൽ ഞാൻ നേരിയ അവിലെടുക്കുന്നത്. നമുക്ക് കട്ടിയുള്ള അവിലാണെങ്കിൽ ഇതിൽ ശരിയാവില്ല, നേരിയ അവിൽ തന്നെ വേണം. അതിൻ്റെ കൂടെ തന്നെ 2 കപ്പ് ഇഡ്ഡലി റവയാണ് യൂസ് ചെയ്യുന്നത്. ഇഡ്ഡലി റവ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഉടുപ്പി ഹോട്ടലിലെ ആ ഒരു ഇഡ്ഡലിയുടെ ടെക്സ്ചർ നമുക്ക് കിട്ടുകയുള്ളൂ. സാധാരണ ഉപ്മാ റവ എടുത്താൽ ഇത് നല്ലപോലെ കിട്ടില്ല. ഇതിൻ്റെ കൂടെ ഞാൻ 1 കപ്പ് തൈര് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ തൈര് നമുക്ക് കുറച്ച് പുളിയുള്ള തൈരായിരിക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ തൈരിൻ്റെ കൂടെ തന്നെ ഞാൻ 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ പച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കാം. ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 8-10 മിനിറ്റ് നമുക്കിന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ റവയൊക്കെ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ നല്ലപോലെ ഇളക്കുമ്പോൾ നമ്മൾ അവിലൊക്കെ ഇതിനകത്തോട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആയിട്ട് വരും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടുള്ളൊരു ബാറ്ററാണ്. നമുക്ക് കുറച്ചും കൂടെ ലൂസായിട്ട് വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം നമുക്കിപ്പം പാകമാണ്. ഇനി നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഞാനിവിടെ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ബേക്കിംഗ് സോഡ വെച്ചിട്ടുണ്ടാക്കിയപ്പോൾ ഇഡ്ഡലിയുടെ കളർ കുറച്ചൊരു യെല്ലോ കളറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഇഡ്ഡലിയുടെ ബാറ്റർ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. കുറച്ച് കട്ടിയിലിരിക്കണം, കുറച്ച് വെള്ളം പോലെ ആവാൻ പാടില്ല. ഈ ഒരു കട്ടിയിൽ തന്നെ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി ചുട്ടു തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഇഡ്ഡലി തട്ടിലോട്ട് ഇഡ്ഡലിയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഫില്ലാവരുത്. ജസ്റ്റ് കറക്റ്റായിട്ട് ആ കുഴിയിലിരിക്കുന്ന അത്രയും പാകത്തിന് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഞാൻ എല്ലാം ഇതുപോലെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഇഡ്ഡലി 8 മിനിറ്റ് കൊണ്ട് റെഡിയാവും. ഞാൻ അടച്ചു വെച്ചിട്ട് നമുക്കൊരു 8 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് തുറന്ന് നോക്കാം. നമ്മൾ ഇഡ്ഡലി എല്ലാം നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഇഡ്ഡലി തട്ടിൽ നിന്ന് പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇഡ്ഡലി ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് ഇഡ്ഡലി തട്ടിൽ നിന്ന് മാറ്റിയിട്ട് പ്ലേറ്റിലോട്ട് വയ്ക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മൾ നല്ല ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേപോലത്തെ ഇഡ്ഡലി നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ കഴിക്കാനാണിത് ടേസ്റ്റ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു റെസിപ്പി വെച്ചിട്ട് നമുക്ക് ഇതേപോലത്തെ 25 ഇഡ്ഡലി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ആവി പറന്ന ഇഡ്ഡലി നമുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.